Okay. Now let's see the various classification of product. So, product എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. Product എന്ന് പറയുന്നത് can be anything offered to a market to satisfy the needs of the consumer, or we can say products are need satisfiers. So these products can be broadly classified. We can classify products on three bases. So the first classification is based on the use of the product. Then second classification is based on the durability of the product. And finally, we can also classify product on the basis of its tangibility. അപ്പോൾ പ്രൊഡക്റ്റിനെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് എത്ര കാലം നിലനിൽക്കുന്നതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ടാഞ്ചിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും. ടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വസ്തുവാണോ, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണോ അതോ ഇൻടാഞ്ചിബിൾ ആണോ എന്നുള്ള രീതിയിൽ, ഇങ്ങനെ പല രീതിയിലും പ്രൊഡക്റ്റിനെ പ്രധാനമായിട്ട് 3 രീതിയിൽ പ്രൊഡക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ യൂസ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇവിടെ ഈ കണ്ട ഈ പോർഷൻ നമുക്ക് ആ സ്ലൈഡിൽ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. സോ ദിസ് ഈസ് ഹൗ വി ക്ലാസിഫൈ ദ പ്രോഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് യൂസ്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. So marketers say that on the basis of use, we can classify product as consumer goods and industrial goods. കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുമാണ് സാധാരണ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് which are meant for the personal consumption or meant for personal consumption by the household or ultimate consumers. So consumer goods are those goods which are made for the actual consumption or ultimate consumption by the consumer. ഒരു കൺസ്യൂമറിൻ്റെ ഉപയോഗത്തിനായിട്ട്, യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഉപയോഗത്തിനായിട്ട്, ആക്ച്വൽ കൺസംഷൻ, യഥാർത്ഥത്തിലുള്ള ഉപഭോഗത്തിനായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രോസറീസ്, ഉള്ള പലചരക്ക് സാധനങ്ങളോ ക്ലോത്ത്സ്, ഇതൊക്കെ കൺസ്യൂമർ ഗുഡ്സിൽ വരുന്നതാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഉപയോഗത്തിനുള്ള പ്രൊഡക്റ്റുകളാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുക. ദെൻ ബേസ്ഡ് ഓൺ the consumer's behavior or based on consumer's buying behavior, consumer goods, again we can classify consumer goods into 3 different types. Convenience goods എന്നും shopping goods എന്നും specialty goods എന്നും ഇങ്ങനെ 3 ആയിട്ട് കൺസ്യൂമർ ഗുഡ്സിനെ വീണ്ടും നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ചെയ്യുന്നത്, ദിസ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ദ ബൈയിങ് ബിഹേവിയർ. ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് ഒരു കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത്, അത് വാങ്ങുന്നത് എങ്ങനെയാണ്, അതിന് തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമർ ഗുഡ്സിനെ കൺവീനിയൻസ് ഗുഡ്സ് എന്നും ഷോപ്പിംഗ് ഗുഡ്സ് എന്നും സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നും തരംതിരിക്കുക. ഇനി എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് നോക്കാം. കൺവീനിയൻസ് ഗുഡ്സ് ആർ ദോസ് പ്രോഡക്ട്സ് or these are those consumer goods. Of course convenience goods are consumer goods. യഥാർത്ഥത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി തന്നെ വാങ്ങുന്ന സാധനങ്ങളാണ് കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ്
these types of products are bought frequently without much planning, or we buy these products without any serious shopping effort. And moreover, these products are consumed very quickly. അപ്പോൾ വളരെ പെട്ടെന്ന് വാങ്ങുന്ന, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന, ഫ്രീക്വൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ, അതുപോലെ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ, പ്ലാനിങ് അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് എഫേർട്ട്, പല കടകളിലൊന്നും കയറി സാധനങ്ങളെടുത്ത് കമ്പയർ ചെയ്തൊന്നും നോക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ വാങ്ങുന്ന നിത്യോപയോഗത്തിനുള്ള, സാധാരണഗതിയിൽ നിത്യോപയോഗത്തിനൊക്കെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളാണ് കൺവീനിയൻസ് ഗുഡ്സിൽ വരിക. സോ ദീസ് പ്രോഡക്ട്സ് ആർ കൺസ്യൂംഡ് ക്വിക്ക്ലി. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യും. സാധാരണ വീട്ടിലേക്ക് ആഴ്ചയിൽ ഒരിക്കലോ 1-2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒക്കെയുള്ള ക്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് കൺവീനിയൻസ് ഗുഡ്സിൽ വരിക. സോ ബൈയിങ് ഡിസിഷൻ ഓഫ് ദീസ് പ്രോഡക്ട്സ്, buying decision in case of these convenience goods does not involve much pre-planning. പലപ്പോഴും നമ്മൾ വലിയ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ആവില്ല ഈ കൺവീനിയൻസ് ഗുഡ്സ് സാധാരണഗതിയിൽ വാങ്ങുന്നത്. ആൻഡ് യൂഷ്വലി such goods are usually sold at convenient retail outlets. സാധാരണ ഒരു കസ്റ്റമറുടെ കൺവീനിയൻറ്റിന്, സൗകര്യത്തിന് അടിസ്ഥാനത്തിൽ സൗകര്യപ്രദമായ ഒരു കടയിൽ പോയിട്ടായിരിക്കും പലപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങുന്നത്. ഈ കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ള പേര് തന്നെ വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ നേരം നമ്മൾ ഉൽപ്പന്നത്തിനേക്കാളുപരി, അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വലിയ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കൂലങ്കുഷമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും കൺസ്യൂമറിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം എവിടെ ഈ സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കി അവിടെ പോയിട്ടായിരിക്കും സാധാരണ സാധനങ്ങൾ വാങ്ങുക. ചിലപ്പോൾ വീട്ടിലേക്കുള്ള, അതായത് നിത്യോപയോഗത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വീടിനടുത്തുള്ള കടകളിലൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ സാധാരണ വാങ്ങുക. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ആരും എറണാകുളം വരെയൊന്നും സോപ്പ് വാങ്ങാനോ ചീപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ അരി വാങ്ങാനോ ഗോതമ്പ് പൊടിക്കോ ഒക്കെ വേണ്ടിയിട്ട് എറണാകുളം വരെയോ അങ്ങനെ ദൂരദേശങ്ങളിൽ പോയിട്ട് വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തി വാങ്ങാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്ന നിത്യോപയോഗ സാധനങ്ങളാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുക. അടുത്തത് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പേരിൽ തന്നെ അതിൻ്റെ പ്രത്യേകതയുണ്ട്, ഷോപ്പിംഗ്. ദാറ്റ് മീൻസ് ദീസ് ഗുഡ്സ് ആർ യൂഷ്വലി പർച്ചേസ്ഡ് ആഫ്റ്റർ ടേക്കിംഗ് മച്ച് എഫേർട്ട്. ഒരല്പം അല്ലെങ്കിൽ നല്ലവണ്ണം സമയമെടുത്ത്, നല്ലവണ്ണം കഷ്ടപ്പെട്ട് ഇൻ ദ സെൻസ് നന്നായിട്ട് പല കടകളിലുമൊക്കെ കയറി ഇറങ്ങി ചിന്തിച്ച് ആലോചിച്ചൊക്കെയാണ് ഈ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ആ തരം സാധനങ്ങൾ വാങ്ങുക. ആൻഡ് മോറോവർ ദീസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ലെസ് ഫ്രീക്വൻ്റ്ലി. കൺവീനിയൻസ് ഗുഡ്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങുന്ന സാധനങ്ങളല്ല ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുക. ബട്ട് ദീസ് ആർ പർച്ചേസ്ഡ് വൺസ് ഇൻ എ വൈൽ ആൻഡ് ദേ ആർ യൂസ്ഡ് വെരി സ്ലോലി. സാധാരണ പതുക്കെ മാത്രം ഉപയോഗിച്ച് തീർക്കുന്ന, അല്ലെ കുറേ അധികം കാലമെടുത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഷോപ്പിംഗ് ഗുഡ്സിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലോത്ത്സ്, നമ്മളുടെ തുണി, ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് അപ്ലയൻസ്, വീട്ടിലേക്ക് വാങ്ങിക്കുന്ന അടുക്കളയിലേക്ക് വാങ്ങിക്കുന്ന പ്രഷർ കുക്കറോ ഇതുപോലുള്ള സാധനങ്ങളോ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബോ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിച്ചതൊന്നും തീർന്നു പോവില്ല. കുറച്ച് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് കാലയളവിലേക്ക് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് 10-20 വർഷമൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരു മീഡിയം ടൈമിലേക്ക്, അതായത് ഒരു 1 to 5 years എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം മാക്സിമം, അല്ലെങ്കിൽ ഒരു 2-3 ഒക്കെ വർഷങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ വാങ്ങുന്ന തരം ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിംഗ് ഗുഡ്സിൽ വരിക. സോ ഇൻ ദ കേസ് ഓഫ് ദീസ് പ്രോഡക്ട്സ്, consumers make choice of a product considering different factors. ഇതിൽ വരുന്ന സാധനങ്ങളൊക്കെ സാധാരണ സെലക്ട് ചെയ്യാൻ നേരം
അരിയോ പഞ്ചസാരയോ പോലുള്ള കൺവീനിയൻസ് ഗുഡ്സ് വാങ്ങുന്ന പോലെ അല്ല നമ്മൾ പോയി വാങ്ങുക. കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ആലോചിച്ചിട്ടൊക്കെയാണ് ഒരു തീരുമാനം എടുക്കുക. ഫോർ എക്സാമ്പിൾ വി വിൽ കൺസിഡർ ഇറ്റ്സ് സ്യൂട്ടബിലിറ്റി, നമുക്ക് പറ്റുന്നതാണോ നോക്കും അല്ലെ. ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ചില കേസിലൊക്കെ ആണെങ്കിൽ ഒന്ന് നിവർത്തൊക്കെ ഒന്ന് വെച്ച് നോക്കും, അതിൻ്റെ പൊക്കം വണ്ണമൊക്കെ ശരിയാണോ, നമുക്ക് സ്യൂട്ടബിൾ ആണോ, നമുക്ക് ചേരുമോ എന്നൊക്കെ നോക്കും. ആൻഡ് വി വിൽ consider the price of the product, we will consider the style of the product, we will consider the quality of the product, quality of material, then we will even go for the products of competitors, substitute product. ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഷോപ്പിംഗ് ഗുഡ്സിൽ വരുന്ന തരം ഉൽപ്പന്നം വാങ്ങുക. തുണിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ, ഷർട്ടൊക്കെ എടുക്കാൻ പോകുമ്പോൾ, ഷർട്ടോ അല്ലെങ്കിൽ ചുരിദാറോ സാരിയോ ഒക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു ഉൽപ്പന്നം എടുത്തുകൊണ്ട് പോരുമല്ല ചെയ്യുക. പലപ്പോഴും 2 or 3 സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കുകയായിരിക്കും ചെയ്യുക. ഇന്ത്യൻ കണ്ടീഷനിൽ ഷോപ്പിംഗ് ഗുഡ്സിന് ഏറ്റവും മികച്ച എക്സാമ്പിളായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നത് സാധാരണ സ്ത്രീജനങ്ങളുടെ സാരി പർച്ചേസാണ്. ധാരാളം പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് നോക്കി വളരെ സമയമെടുത്ത് ചിന്തിച്ച് ആലോചിച്ചൊക്കെയാണ് പലപ്പോഴും ഉൽപ്പന്നങ്ങൾ വാങ്ങുക. അപ്പോൾ അതുപോലെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മാത്രമല്ല, പലപ്പോഴും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കമ്പയർ ചെയ്ത് ഇതിനി ഈ ഉൽപ്പന്നത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് വരെ നോക്കി ഒക്കെ തീരുമാനം എടുക്കുകയാണ്. ആ രീതിയിലാണ് ഷോപ്പിംഗ് ഗുഡ്സിൽ കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങുക. So we can say in the case of shopping goods, consumers usually spend a considerable amount of time and he will take very much or he will take much effort to finalize the purchase decision. ഒരു ഉൽപ്പന്നം വാങ്ങാൻ നേരം ഏത് സാധനം വാങ്ങണം എന്ന് തീരുമാനമെടുക്കാൻ നല്ലവണ്ണം എഫേർട്ട് എടുത്ത് പല കടകളിലൊക്കെ കയറി ഉൽപ്പന്നങ്ങളൊക്കെ കണ്ട് അതുപോലെ സമയമെടുത്ത് തീരുമാനമെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിംഗ് ഗുഡ്സിൽ വരിക. So it may be not one thing we have to keep in mind is that shopping goods usually they involve much more expense than convenience goods. കൺവീനിയൻസ് ഗുഡ്സിനേക്കാളും വില കൂടിയ ഉൽപ്പന്നങ്ങളാണ് സാധാരണ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ കൺവീനിയൻസ് ഗുഡ്സിൽ സാധാരണ വരുന്നത് ഗ്രോസറി ഐറ്റംസ്, പലവ്യഞ്ജനവും ഒക്കെയാണ്. അതിനേക്കാളും വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഷോപ്പിംഗ് ഗുഡ്സിൽ വരിക. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കടയിൽ കയറി ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി അങ്ങനെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയാം. അടുത്തത്, അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിനെ കൺവീനിയൻസ് ഗുഡ്സ് എന്നും ഷോപ്പിംഗ് ഗുഡ്സ് എന്നും തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഒന്നുകൂടിയുണ്ട് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ ഉള്ളതാണ്, സ്പെഷ്യലാണ്. സോ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ പറയുന്നത് പോലെ these goods are called as specialty goods because of some special characteristics of certain products. ചില ഉൽപ്പന്നങ്ങളുടെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് അത്തരം ഉൽപ്പന്നങ്ങളെ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. And as these are special goods, customers generally put special effort to buy these products. വളരെയധികം എഫേർട്ട് എടുത്ത്, അതായത് വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്ന തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു കൺസ്യൂമർ തീരുമാനമെടുക്കുക. ഇനി പലപ്പോഴും ഇവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they are special goods, people or consumers are even ready to buy these goods at prices at which they are offered by the seller. സെല്ലർ പറയുന്ന വിലയ്ക്ക് പലപ്പോഴും അതേ വിലയ്ക്ക് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി പലപ്പോഴും കൺസ്യൂമർ തയ്യാറാവും. അത് മാത്രമല്ല, ആൻഡ് ഓൾസോ they may put in extra time to locate the seller. പലപ്പോഴും ഈ ഉൽപ്പന്നം കിട്ടുന്നത് എവിടെയാണ് ഇതിന്റെ സെല്ലർ ഉള്ളത് എന്ന് അന്വേഷിച്ച്
ആ സെല്ലർ ഒരല്പം ദൂരസ്ഥലത്താണെങ്കിൽ അവിടെ പോയി വാങ്ങാൻ പോലും, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പോലും പലപ്പോഴും കൺസ്യൂമേഴ്സ് തയ്യാറാവും. അത് മാത്രമല്ല, ഇൻഫാക്ട് വി ക്യാൻ സീ ദാറ്റ് prior to making a trip or prior to making a trip to the seller to buy the product, consumer will collect complete information about the various brands, and then he will compare the features of the product, various products, and then he will take a decision. പലപ്പോഴും ഈ ഉൽപ്പന്നങ്ങളെ വാങ്ങുമ്പോൾ, കൺസ്യൂമർ വാങ്ങുന്ന സമയത്ത് ഒരു ഉൽപ്പന്നം ഏത് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് പല കമ്പനികളുടെ പല ബ്രാൻഡ് മോഡലുകളെല്ലാം, അത് ഉൽപ്പന്നത്തിൻ്റെ പല മോഡലുകളെ കുറിച്ചെല്ലാം പഠനം നടത്തി അവയിൽ നിന്ന് ഏറ്റവും മികച്ചത് ഏതാണ്, അല്ലെങ്കിൽ ആ കൺസ്യൂമറിന് യോജിക്കുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനുശേഷം അങ്ങനെ റാഷണലായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു തീരുമാനമൊക്കെയാണ് ഈ സ്പെഷ്യാലിറ്റി ഗുഡ്സിൻ്റെ കേസിൽ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും പലപ്പോഴും ഈ ഉൽപ്പന്നം ഇനി എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുക. ഫോർ എക്സാമ്പിൾ, ക്യാമറ, ഒരു ഡിജിറ്റൽ ക്യാമറയോ അല്ലെങ്കിൽ പുതിയൊരു ഓട്ടോമൊബൈൽ, ഒരു ടൂ വീലറൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. ആദ്യം മാർക്കറ്റിലുള്ള ടൂ വീലറിനെ കുറിച്ചെല്ലാം നോക്കി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് നോക്കി കൂട്ടുകാരോടൊക്കെ ചോദിച്ച് ഏത് വണ്ടി വേണം എന്നൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടിയുടെ ഡീലർ ഇനി എവിടെ ഈ വണ്ടി കിട്ടും, അതിനിപ്പോൾ അടിമാലി പോകണോ, നെടുങ്കണ്ടത്ത് പോകണോ, കട്ടപ്പന കിട്ടുമോ എന്നൊക്കെ പിന്നീടായിരിക്കും നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങളെയാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. സ്പെഷ്യാലിറ്റി ഗുഡ്സിൻ്റെ പ്രത്യേകത, അത് ലോങ് ടൈം യൂസിന് വേണ്ടിയാണ് സാധാരണ സ്പെഷ്യാലിറ്റി ഗുഡ്സ് വാങ്ങുക. ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒന്നുമുള്ള ഉപയോഗത്തിന് വേണ്ടി ആവില്ല, മിക്കവാറും ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാവും വാങ്ങുക. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളും പലപ്പോഴും ഈ സ്പെഷ്യാലിറ്റി ഗുഡ്സിൽ വരുന്ന ഉൽപ്പന്നങ്ങളാവും. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ അവൻ്റെ യഥാർത്ഥ ഉപയോഗത്തിനായി വാങ്ങുന്ന സാധനങ്ങളെ കൺവീനിയൻസ് ഗുഡ്സ് എന്നും ഷോപ്പിംഗ് ഗുഡ്സ് എന്നും സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നും മൂന്നായിട്ട് തരംതിരിക്കാം. എളുപ്പം പോയി പെട്ടെന്ന് പോയിട്ട് അധികം ചിന്തയൊന്നുമില്ലാതെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിൽ പോയി വാങ്ങുന്ന സാധനങ്ങളെ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയും. ഒന്നിലധികം കടകളിലൊക്കെ കയറി ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് നോക്കി അല്പം സമയമൊക്കെ എടുത്ത് വാങ്ങുന്ന കുറച്ചുകൂടെ വിലപിടിപ്പുള്ള സാധനങ്ങളെ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയും. വളരെ അപൂർവമായിട്ട് വാങ്ങുന്ന, കൂടുതൽ സമയമെടുത്ത് ആലോചിച്ച് ചിന്തിച്ച് ഒക്കെ വാങ്ങുന്ന, ഒത്തിരി പേരോട് അഭിപ്രായമൊക്കെ ചോദിച്ച് നന്നായിട്ട് ആലോചിച്ച് വാങ്ങുന്ന, അല്പം വിലപിടിപ്പുള്ള ദീർഘകാലത്തെ ഉപയോഗത്തിനായിട്ട് വാങ്ങുന്ന തരം സാധനങ്ങളെയാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ പ്രോഡക്റ്റുകളെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് നമുക്ക് തരം തിരിക്കാമെന്ന് പറഞ്ഞു. ആ കൺസ്യൂമർ ഗുഡ്സിന് ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി കൺസ്യൂമർ ഗുഡ്സ് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് പ്രോഡക്റ്റിനെ കൺസ്യൂമർ ഗുഡ്സ് എന്ന് കൂടാതെ ഇങ്ങനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഓർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ബിസിനസ് ഗുഡ്സ് എന്നോ ഓർഗനൈസേഷണൽ ഗുഡ്സ് എന്നോ ബിസിനസ് പ്രോഡക്റ്റ് എന്നോ ഒക്കെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് പറയാറുണ്ട്. സോ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ ദീസ് ഗുഡ്സ് ആർ മെന്റ് ഫോർ the consumption as input in the production of other products. നേരത്തെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. സോ ദീസ് ആർ പ്രോഡക്ട്സ് വിച്ച് ആർ മെന്റ് ഫോർ മാനുഫാക്ചറിങ് അനദർ പ്രോഡക്റ്റ്. മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. സോ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനീസ് യൂസ് ദീസ് products as input in production of other products. അപ്പോൾ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. ഇനി മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി എന്തൊക്കെയാണ് സാധാരണഗതിയിൽ വാങ്ങുന്നത്, അല്ലെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് പലപ്പോഴും റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ വരുന്നതാണ്. കാരണം റോ മെറ്റീരിയൽസ് ആർ ബോട്ട് ഫോർ മാനുഫാക്ചറിങ് അതർ പ്രോഡക്ട്സ്. അതുപോലെയാണ് മെഷീനറി എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അല്ല മെഷീൻ സാധാരണ ഇതിന് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന മെഷീൻ്റെ കാര്യമല്ല, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന മെഷീൻ. കമ്പോണൻസ് എന്ന് പറയുന്നത്, അതുപോലെ
ഓപ്പറേറ്റിംഗ് സപ്ലൈസ്, നമ്മൾ ഓയില്, സ്റ്റേഷനറി, ഇതുപോലെയൊക്കെയുള്ള മെഷീൻ, പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഓഫീസും ഒക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. സോ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് സിംപ്ലി ദീസ് ആർ പ്രോഡക്ട്സ് വിച്ച് ആർ ബോട്ട് ഫോർ മാനുഫാക്ചറിങ് അതർ പ്രോഡക്ട്സ്. മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ പ്രോഡക്റ്റിനെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കൺവീനിയൻസ് ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും തരംതിരിക്കാം. കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും തരംതിരിക്കാം. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഗുഡ്സ് ആർ യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ആൻഡ് ദിസ് ഈസ് മെന്റ് ഫോർ ദ ആക്ച്വൽ കൺസംഷൻ. ഒരു ഉപഭോക്താവ് അയാളുടെ ഉപയോഗത്തിന് വേണ്ടി, ഫൈനലായിട്ടുള്ള ഈ ഉൽപ്പന്നത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുക. എന്നാൽ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയലായിട്ട് വാങ്ങുന്ന സാധനങ്ങളെ, അല്ലെ റോ മെറ്റീരിയൽ, മെഷീന്, കമ്പോണൻസ്, ഓപ്പറേറ്റിംഗ് സപ്ലൈ, ഇങ്ങനെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റുകളെ അതിൻ്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത്. Now the next classification is based on durability of the product. So based on durability, we can classify the products as durable goods and non-durable goods. ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് എത്ര കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നമുക്ക് തരംതിരിക്കാം. ഇനി ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണത്. ഇപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ പ്രോഡക്ട്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന, ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാവുന്ന, പെട്ടെന്ന് ചീത്തയായി ഉപയോഗശൂന്യമാവാത്ത ഉൽപ്പന്നങ്ങളെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഇതുപോലെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ. സാധാരണ ഫ്രിഡ്ജൊക്കെ വാങ്ങി വെച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം, എന്തായാലും ഒരു 5-8 വർഷമൊക്കെ സുഖമായിട്ട് സാധാരണഗതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ദീർഘകാലത്തേക്ക് ഉപയോഗത്തിനായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഡ്യൂറബിൾ ഗുഡ്സിൽ വരിക. ആൻഡ് ആസ് ദീസ് ആർ ബോട്ട് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഡ്യൂറബിൾ ഗുഡ്സിൽ പലപ്പോഴും വരിക. സോ ദേ ജനറലി റിക്വയർ മോർ പേഴ്സണൽ സെല്ലിംഗ് എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ. ഒരു സെല്ലറെ സംബന്ധിച്ച് പലപ്പോഴും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. കസ്റ്റമറെയൊക്കെ പലപ്പോഴും അങ്ങോട്ട് പോയി കാണുകയും അവരോട് സംസാരിക്കുകയും കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് നേരിട്ട് കസ്റ്റമറെ കണ്ട് സംസാരിപ്പിച്ചുമൊക്കെയാണ് പല കേസിലും ഈ ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ പലപ്പോഴും വാങ്ങിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ ഡ്യൂറബിൾ ഗുഡ്സിന്റെ സെയിൽസ് നടക്കുന്നത്. അത് വി ക്യാൻ സീ ലേറ്റർ. സോ ഇൻ കേസ് ഓഫ് ദീസ് products, seller's reputation is a serious matter. പലപ്പോഴും ഈ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഏതാണ്, അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ആളുടെ റെപ്യൂട്ടേഷൻ, അയാളുടെ നല്ല ഉൽപ്പന്നം, അയാളെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും കസ്റ്റമർ ഈ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങുക. അതുപോലെ തന്നെ they will also look for the quality of after sales service. ആഫ്റ്റർ സെയിൽ സർവീസ് വേണ്ട ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കും. വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ പലരും ചെക്ക് ചെയ്യുന്നതാണ്, നമ്മളുടെ വീടിനടുത്ത് തന്നെ ഇതിൻ്റെ സർവീസ് സ്റ്റേഷൻ ഉണ്ടോ, ഉള്ള ബ്രാൻഡാണോ എന്നൊക്കെ നോക്കും. ഇപ്പോൾ സ്കോഡയുടെ ഒക്കെ കേസ് സ്റ്റഡിയിൽ മാർക്കറ്റിങ്ങിൽ പറയുന്നത് അങ്ങനെയാണ്. സ്കോഡ എന്ന് പറയുന്ന കമ്പനിയുടെ വാഹനമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, ഏത് ജർമ്മൻ വാഹനത്തിനോടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വെഹിക്കിളാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ അത് സക്സസ് ആയില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സർവീസ് വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്
മൂന്നിടത്തായതേ ഉള്ളൂ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടെന്നോ അങ്ങനെയാണ്ട് 3 സർവീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും ആ പ്രോഡക്റ്റ് വാങ്ങാൻ മടിക്കുന്നതിന് ഒരു കാര്യം ഇതാണ്. എന്തായാലും ഓട്ടോമൊബൈലൊക്കെ ആകുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് സർവീസ് വേണം. ഇതിന് വേണ്ടിയിട്ട് ഇത്ര ദൂരം കൊണ്ടുപോകേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആഫ്റ്റർ സെയിൽ സർവീസ്, സെല്ലറുടെ റെപ്യൂട്ടേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് കൺസ്യൂമർ ഒരു സെലക്ഷൻ നടത്തുന്നത്, ഏത് ഉൽപ്പന്നം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇനിയും ഇങ്ങനെ അല്ലാതെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുക. സോ ദീസ് ആർ പ്രോഡക്ട്സ് ദാറ്റ് ആർ നോർമലി കൺസ്യൂംഡ് ഇൻ വൺ ഗോ, ഓർ ദീസ് ആർ പ്രോഡക്ട്സ് വിച്ച് ലാസ്റ്റ് ഫോർ എ ഫ്യൂ യൂസസ്. ഒറ്റയടിക്ക് നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്ന, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് ഉപയോഗശൂന്യമായി പോകുന്ന സാധനങ്ങളെയാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് ആദ്യം പറഞ്ഞ അതിൽ വരുന്ന പല സാധനങ്ങളും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ സോപ്പോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങുന്ന ഉപ്പോ സോസോ അച്ചാറോ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഒറ്റയടിക്ക് ഉപയോഗിച്ച് തീർക്കുമെന്നല്ല, എന്നാലും പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീരുന്ന സാധനങ്ങളാണ്. ദീർഘകാലത്തേക്കൊന്നും അത് വാങ്ങി വെച്ച് കേടുകൂടാതെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. സോ ദീസ് products are usually consumed quickly and we purchase these products more often. അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് ഈ സോപ്പോ ഉപ്പോ ഒക്കെ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 1-2 മാസം കൂടുമ്പോഴൊക്കെ എന്തായാലും വെച്ച് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങാറുണ്ട്. സോ such items are generally made available by the producer through a large number of retail outlets. പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളം കടകൾ വഴി, പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കും. അത് മാത്രമല്ല, പ്രോഫിറ്റ് മാർജിൻ ഓൺ സച്ച് ഐറ്റംസ് ആർ യൂഷ്വലി കെപ്റ്റ് ലോ. പലപ്പോഴും ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് പെർ യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. ആൻഡ് മോർ ഓവർ ഹെവി അഡ്വർടൈസിങ് ഈസ് ഡൺ ടു അട്രാക്ട് പീപ്പിൾ ടുവേഡ്സ് ദീസ് പ്രോഡക്ട്സ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ പരസ്യം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതും ഈ കൺവീനിയൻസ് ഗുഡ്സിൻ്റെ ആയിരിക്കും. ടി വിയിലൊക്കെ കാണുന്ന പരസ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, കൂടുതലും അവയുടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാരണം കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒത്തിരി കമ്പനികൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ വലിയ തുക മുടക്കി വലിയ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്താണ് ഈ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് പലപ്പോഴും മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ഒരു കാലയളവിലേക്ക് ഉപയോഗിക്കാനായി വാങ്ങുന്ന സാധനങ്ങളെ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും, ദീർഘകാലത്തെ ഉപയോഗത്തിനായിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും തരംതിരിക്കാം. And the final classification is based on tangibility of the product. So on the basis of tangibility, we can group product as tangible goods and intangible goods. ടാഞ്ചിബിൾ ഗുഡ്സ് എന്നും ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇതൊക്കെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനിയും പറയുന്നില്ല. സോ ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് most of the products, whether these are consumer goods or industrial goods or durable or non-durable, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും they fall in this category, ടാഞ്ചിബിൾ പ്രോഡക്റ്റുകൾ ആണ്. സിംപ്ലി ബിക്കോസ് they have physical form. അല്ലേ, അതിനൊരു ഒരു രൂപമുണ്ട്, ഒരു രൂപമുള്ള വസ്തുക്കളാണ് ടാഞ്ചിബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഫിസിക്കൽ ഫോം ആൻഡ് ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ് ആൻഡ് സീൻ. അല്ലേ, നമുക്കത് കാണാൻ പറ്റും, നമുക്കത് തൊട്ട് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഇതൊക്കെ ടാഞ്ചിബിൾ പ്രോഡക്റ്റിൽ വരുന്നതാണ്. നമുക്കത് കാണാം, തൊട്ട് നോക്കാം, കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് അവയൊക്കെ. സോ ഓൾ ഐറ്റംസ് ലൈക്ക് ഗ്രോസറീസ്, നിത്യോപയോഗ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, കാറ്, റോ മെറ്റീരിയൽ, മെഷീൻ, ഇതെല്ലാം ടാഞ്ചിബിൾ ഗുഡ്സിൽ വരുന്നതാണ്. ഇനിയും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുക. ഇൻ മാർക്കറ്റിംഗ്, ഇൻടാഞ്ചിബിൾ ഗുഡ്സ് റെഫർ ടു സർവീസസ് പ്രൊവൈഡഡ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമറിന് ഒരു കമ്പനി കൊടുക്കുന്ന സർവീസിനെയാണ് മാർക്കറ്റിങ്ങിൽ ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്.
സോ സർവീസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദീസ് ആർ ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ് വിച്ച് പ്രൊവൈഡ് നീഡ് സാറ്റിസ്ഫാക്ഷൻ ഓർ വാണ്ട് സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ ആണ് സർവീസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലൊക്കെ നമുക്ക് കാണാം, പക്ഷേ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർവീസ്. പോസ്റ്റൽ സർവീസ്, ബാങ്കിങ് സർവീസ്, ഇൻഷുറൻസ് സർവീസ്, റെയിൽവേ സർവീസ്, ഇവരൊക്കെ ആൾക്കാർക്ക് സേവനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സേവനങ്ങളെയാണ് മാർക്കറ്റിങ്ങിൽ ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുക. സോ പ്രൊഡക്റ്റുകളെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് 3 ആയിട്ട് തരംതിരിക്കാം. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും, എത്ര കാലത്തേക്കാണോ ഉപയോഗിക്കാൻ പറ്റുന്ന അടിസ്ഥാനത്തിലും, അതിനെ കാണാൻ പറ്റുന്നതാണോ അതോ കാണാൻ പറ്റാത്തതാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ 3 ആയിട്ട് തരംതിരിക്കാം. ദെൻ കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും, ഡ്യൂറബിൾ എന്നും നോൺ ഡ്യൂറബിൾ എന്നും, ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും ഇങ്ങനെ പ്രൊഡക്റ്റുകളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് പ്രോഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.